ഹായ് എവ്രി വൺ, ഇതൊരു ലോങ് വീഡിയോ ആണ്. ഞാൻ എന്തിനാ ക്രൊയേഷ്യ പോയെന്നും എങ്ങനെയാ പോയെന്നും എത്ര നാളത്തേക്കാണ് പോണേ, എന്താ പഠിക്കാൻ പോണേ, ഇപ്പം എന്താ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ. ഇത് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ ഷോർട്സും റീൽസൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പിള്ളേർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പഠിക്കണേ, എന്തിനാ ക്രൊയേഷ്യ പോണേ, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഓർത്ത് ഒരു ലോങ് വീഡിയോ ചെയ്യാം, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് കാണുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റി പറയാം, അത് കഴിഞ്ഞ് വഴിയേ ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ദോഹ എയർപോർട്ടാണ്. ഒരു എയർപോർട്ടിന് പറയണേക്കാളുപരി ഇതൊരു ശരിക്കും ഷോപ്പിംഗ് മോൾ പോലെയാണ്. ഫുള്ള് നല്ല എക്സ്പെൻസീവ് ബ്രാൻഡ്സിൻ്റെ ഔട്ട്ലെറ്റ്സ് ഒക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇത് ഭയങ്കര വലിയ എയർപോർട്ടാണ്. ടെർമിനൽസൊക്കെ A, B, C അത്ര ഞാൻ കണ്ടുള്ളൂ. അതിനൊക്കെ ഗേറ്റ് നമ്പേഴ്സ് 1 തൊട്ട് 96 വരെ, അതായത് ഓരോ ആൽഫബറ്റിൻ്റെ അക്കോർഡിംഗ്ലി നമ്മൾ പോകുമ്പോൾ ഗേറ്റ് നമ്പേഴ്സ് 100 വരെ. അത്രയും വലിയ എയർപോർട്ടാണിത്. അപ്പം ഞങ്ങൾക്ക് ലേ ഓവർ അത്യാവശ്യം 7-8 മണിക്കൂറോളം ഉണ്ടായി. ഞങ്ങൾ മൊത്തം ഒന്ന് ചുറ്റിക്കണ്ടു, പിന്നെ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ ഇതെല്ലാം നടക്കുന്നത് എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ്, അതായത് 27-ാം തീയതി മാർച്ച്. ആദ്യമായിട്ടാണ് ഞാൻ നാട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു ബർത്ത്ഡേ ഒറ്റയ്ക്ക് ഒന്നും കഴിക്കാണ്ടൊക്കെ ആഘോഷിച്ചു. പിന്നെ സമയം പോകാൻ വേണ്ടി ഞങ്ങളിങ്ങനെ അവിടുത്തെ ഓരോ കടകളിലെ സാധനങ്ങളൊക്കെ വെറുതെ കയറി ഇറങ്ങി നോക്കി നടന്നു. ഇത് നമ്മുടെ ലക്കോസ്റ്റയുടെ ഔട്ട്ലെറ്റാണ്. അതിന് ബാഗ്സും പിന്നെ ടീഷർട്ട്സും അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ലേ ഓവർ മസ്കറ്റിലുണ്ടായി. പക്ഷെ മസ്കറ്റിലുണ്ടായിരുന്ന ഒരു ക്രൗഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഏഷ്യൻസ് ആയിരുന്നു, യൂറോപ്യൻസും പിന്നെ വേറെ രാജ്യക്കാരൊന്നും അധികം ഉണ്ടായില്ല. പക്ഷെ ദോഹയിൽ വന്നിറങ്ങിയപ്പോഴത്തേക്കും പല പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ ഫ്ലൈറ്റിൻ്റെ ചാർട്ടിൽ നോക്കിയപ്പോഴാണ് ഡയറക്റ്റ്ലി സിയാറ്റിലേക്കൊക്കെ ഫ്ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രക്കാരൊക്കെ ഇവിടെയാണ് നിന്നത്. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം കിടന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ചെയർസ് ഉണ്ടായി. അവിടെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇരുന്ന് റെസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്. പിന്നെ അടുത്ത ഞങ്ങളുടെ ഫ്ലൈറ്റ് ഖത്തർ എയർവേസിൻ്റെയാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന ഫുഡ് സ്വപ്നം കണ്ടാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത്. ഇപ്പം ഇനി ഒരു 2-3 മണിക്കൂറിലാണ് ഫ്ലൈറ്റ്. ഞങ്ങളെല്ലാവരും അത്യാവശ്യം റെഡിയായി. പിന്നെ ചുമ്മാ പോണ വഴി, പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ബെൻസിൻ്റെയൊക്കെ കാസും പിന്നെ വേറെ വലിയ ബ്രാൻഡ്സിൻ്റെ കാസൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റിലേക്ക് പോകാട്ടോ. അപ്പോഴാണ് പറയണത്, ഗേറ്റിലോട്ട് ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നിട്ട് നമ്മളുടെ മെട്രോ പോലെ തന്നെ ഒരു ട്രെയിൻ ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പം ഞങ്ങളിപ്പോൾ C11 എന്തോ ഗേറ്റ് നമ്പറിലാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് C66 അങ്ങനെ എന്തോയിലാണ്. അപ്പം ഈ ട്രെയിനിൽ കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പോയി ഇറങ്ങാൻ പറ്റും. അങ്ങനെ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ട്രെയിനിൽ കയറി ഞങ്ങളുടെ ഗേറ്റ് നമ്പറിൻ്റെ അടുത്തോട്ട് പോവാട്ടോ. ശരിക്കും നമ്മുടെ മെട്രോയിലൊക്കെ കയറുന്ന പോലെ തന്നെ, പക്ഷേ ഒരു എയർപോർട്ടിൻ്റെ അകത്തേക്കൂടെയാണ് ഇത് പോണതെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ചെന്ന് ഇറങ്ങി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നേരത്തെ ഇരുന്നതിൻ്റെ അടുത്തുനിന്ന് ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ആർക്കിടെക്ചറും പിന്നെ കടകളും അതൊക്കെ എൻറ്റയർലി ഡിഫറെൻറ്റ്, പക്ഷേ ഭയങ്കര ഹ്യൂജ്. അപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലായത് ഈ എയർപോർട്ട് ഇത് എന്തോരം വലുതാണ്. പിന്നെ ഞങ്ങൾ അവിടെ ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ച് കയറി. അപ്പോഴേക്കും പിന്നെ ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിന് ആദ്യം അവരങ്ങോട്ട് പോകും, അവരെ പിക്ക് ചെയ്യാനുള്ള ബസ് വന്നു. പിന്നെ ഞങ്ങൾക്കുള്ള ബസ് വന്നു. അങ്ങനെ ബസ്സിൽ കയറി. ഭാഗ്യത്തിന് എനിക്ക് സീറ്റ് കിട്ടി. ബസ്സിൽ കയറി ഇങ്ങനെ ചുമ്മാ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ബസ്സിൽ കയറിയും അത്യാവശ്യം ദൂരം നല്ലോണം പോയിട്ടുണ്ട്. ഞാൻ ഓർത്ത് കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ, പക്ഷേ ബസ്സിൽ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോണ വഴിയെല്ലാം കുറേ ഫ്ലൈറ്റ്സ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, കുറേ അധികം. മിക്കതും ഖത്തർ എയർവേസിൻ്റെ തന്നെയാണ്. പിന്നെ അല്ലാതെ വേറെ ഫ്ലൈറ്റ്സും ഉണ്ട് കേട്ടോ. ഓരോ ഫ്ലൈറ്റ് കാണുമ്പോൾ വിചാരിക്കും ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന്. പക്ഷെ അതൊന്നും അല്ലായിരുന്നു. അങ്ങനെ കുറേ നേരം ബസ്സിലും മെട്രോയിലും ട്രെയിനിലും ഒക്കെ കയറി യാത്ര ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലൈറ്റിന് അങ്ങോട്ട് പോകുന്ന സ്ഥലത്തെത്തി. പിന്നെ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റ് അപ്പം തന്നെ, അതായത് ഒരു 1 മിനിറ്റിനുള്ളിൽ അടുത്ത ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അത്രയും ബിസി എയർപോർട്ടാണ് ദോഹ എയർപോർട്ട്. ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. കൊച്ചിയിൽ നിന്നുള്ള ഞങ്ങളുടെ ആദ്യത്തെ 2 ഫ്ലൈറ്റ് ഒമാൻ എയറിൻ്റെ ആയിരുന്നു. പക്ഷേ അതിനകത്തുള്ള സർവീസൊന്നും ഒട്ടും സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. സ്റ്റാഫിൻ്റെ ആവട്ടെ, പിന്നെ ഞങ്ങൾക്ക് തന്ന ഫുഡും എല്ലാം വെജ് ഓപ്ഷൻ മാത്രമേ ഉണ്ടായുള്ളൂ ഞങ്ങളുടെ സ്ഥലമായപ്പോഴത്തേക്കും. അങ്ങനെയൊക്കെ സ്റ്റാഫും അത്ര ഫ്രണ്ട്ലി ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ഖത്തർ എയർവേസിനെ പറ്റി എനിക്ക് കുറച്ചും കൂടി പ്രതീക്ഷ ഉണ്ടായി. പ്രതീക്ഷ ഒട്ടും തെറ്റിയില്ല. അടിപൊളി സർവീസിങ് ആയിരുന്നു. സ്റ്റാഫും പിന്നെ അവരുടെ ഫുഡും എല്ലാം നമ്മളെല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും അവർ റെഡി ആയിരുന്നു, ഒരു ചിരിയോടെ.
പിന്നെ ഞാനവിടെ ഓരോരോ ഹിന്ദി പടങ്ങളൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളുടെ ഫുഡ് കൊണ്ടുവന്നു, ഫുഡും ഡ്രിങ്ക്സും എല്ലാം. പിന്നെ കുറേ പേര് കുറേ ഡ്രിങ്ക്സൊക്കെ ട്രൈ ചെയ്യാനുണ്ടായി. പക്ഷേ എന്തൊക്കെ മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ കോക്ക് മാത്രം എടുത്തോളൂ. പിന്നെ ഫുഡ് ഞാൻ ബീഫാണ് കഴിച്ചത്, അതും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഡെസേർട്ടൊക്കെ ഉണ്ടായി. അങ്ങനെ ഫൈനലി ഞങ്ങൾ ക്രൊയേഷ്യയിൽ ലാൻഡ് ചെയ്തു. ഇത് ക്രൊയേഷ്യയിലെ സാഗ്രബ് എയർപോർട്ടാണ്, ഇവരുടെ മെയിൻ എയർപോർട്ടാണ്. പക്ഷേ നമ്മൾ ദോഹയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ശരിക്കും ഒരു ശൂന്യതയായിട്ടാണ് തോന്നണേ. കാരണം ഭയങ്കര കുഞ്ഞ് എയർപോർട്ടാണ്, അധികം ആൾക്കാരും ഇല്ല, അധികം ഫ്ലൈറ്റ്സും ഇല്ല. 2-3 ഫ്ലൈറ്റ്സ് അവിടെ എവിടെയോ. പിന്നെ വേറൊരു കാര്യം, ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടത് 2 പേര് ഒരു ഡോഗൊക്കെ ആയിട്ട് വന്ന് നിൽക്കണോ. ഇതൊന്നും വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ കൊച്ചിയിലോ അല്ലെങ്കിൽ ദോഹയിലോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് നിൽക്കണു. പിന്നെ പോലീസ് ഡോഗ്സ് ഒക്കെ അവിടെ നിൽക്കണ്ടായി പുറത്ത്. അപ്പോഴേക്കും ഞങ്ങളെ പിക്ക് ചെയ്യാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത ആൾ വന്നു. ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും കയറാൻ പറ്റില്ലാന്ന്. പക്ഷേ ആ വാനിൽ എല്ലാവരുടെ ലഗേജും പിന്നെ ഞങ്ങളും കംഫർട്ടബിളി സീറ്റഡായി. ഞാൻ പിന്നെ ഫ്രണ്ട് സീറ്റ് തന്നെ നോക്കിയിരുന്നു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ ആളായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയായി. വഴിയുടനീളം ഇവിടെ നിന്ന് ഒരു 2.5 മണിക്കൂറുണ്ടായിരുന്നു ഞങ്ങളുടെ സ്റ്റേൻ്റെ അങ്ങോട്ട്. ഫുൾ ടൈം എൻ്റെ ഡൗട്ട് ചോദിക്കൽ, ആൾക്കറിയണം ഇംഗ്ലീഷിൽ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരൽ. ഇവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും അങ്ങനെ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷൊന്നും അറിയില്ല. എന്നാലും അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവർ നമുക്ക് അവർക്ക് അറിയണ ഭാഷയിൽ അല്ലെങ്കിൽ അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ട് നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഞാനിങ്ങനെ ഓരോ ഡൗട്ടുകൾ ചോദിക്കലായി, ചെടികളെ പറ്റി, പിന്നെ മഴേനെ പറ്റി, പിന്നെ സൈഡിൽ കൂടെ പോണ കാറുകൾ, ഇവരെ കൃഷി, ഈ നാട്, വെതർ, ഫുഡ് എല്ലാം. ആള് പറഞ്ഞു ആളുടെ വീടിൻ്റെ അടുത്ത് ഒരു നെയ്ബറുണ്ട്, പുള്ളിയുടെ വീട്ടിൽ പോർക്കിൻ്റെ ഫാമാണ്. അപ്പം നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ലൈവായിട്ട് പുള്ളിയെല്ലാം പ്രിപ്പയർ ചെയ്ത് തരുന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ മഴ ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോൾ തൊട്ട് മഴ തന്നെയായിരുന്നു കേട്ടോ. ഹൈവേ കൂടെ അധികം വണ്ടികളൊന്നുമില്ല. സ്പീഡ് ലിമിറ്റ് 100, 120, 100, 120. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോയി ഈ ഇത്രയും സ്പീഡിൽ കണ്ടിന്യൂസ്ലി പോകുമ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഹൈവേന്ന് മാറി ചെറിയ റോഡിൽ കൂടെ. അപ്പോൾ സ്പീഡൊക്കെ ഒരു 60, 50 ആ റേഞ്ചായി. പിന്നെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പിന്നെ നല്ല സീനിക് റൂട്ടായിരുന്നു. ഇവിടേക്ക് എത്തുമ്പോൾ നമ്മളുടെ നാട് പോലെ തന്നെ എനിക്ക് തോന്നി. മൂന്നാർ ആ ഭാഗത്തൊക്കെ നമ്മൾ പോണ പോലെ. പിന്നെ നല്ല തണുപ്പുണ്ടായി, പുറത്ത് നല്ല തണുപ്പായിരുന്നു. പക്ഷെ കാറിൻ്റെ അകത്ത് അത്യാവശ്യം ചൂടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഡോമിലെത്തിയപ്പോൾ ഞങ്ങളെ വെൽക്കം ചെയ്യാൻ അവിടുത്തെ ഡോമിൻ്റെ മാനേജറും മെസ്സിലെ ആൾക്കാരൊക്കെ ഉണ്ടായി. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് നെക്സ്റ്റ് ഡേയിലെ വീഡിയോ ആണ്. നെക്സ്റ്റ് ഡേ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ആളും പിന്നെ ഞങ്ങളുടെ ഒരു മാമും വന്നു. ഈ മാം ഞങ്ങളെ മീറ്റ് ചെയ്യാൻ ഇന്ത്യയിലൊക്കെ വന്നിട്ടുള്ളതാക്കായി ഇതിന് മുമ്പത്തെ വർഷം. ഓക്കെ, അപ്പം ഞാൻ ഇനി പറയാം ഞാൻ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നതെന്ന്. ഞാനിപ്പോൾ കറൻ്റ്ലി കുസാറ്റിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ഞാൻ ചെയ്യുന്ന കോഴ്സ് MSc ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ആണ്. അത് എൻട്രൻസ് വഴിയാണ് നമ്മൾ അതിനകത്തോട്ട്. അപ്പം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഇറാസ്മസ് പ്ലസ് എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് കിട്ടി. അതുവഴിയാണ് ഞാൻ ക്രൊയേഷ്യയിലേക്ക് വന്നേക്കണേ. അതും 3 മാസത്തേക്ക്. ഇവിടുത്തെ ഒരു 5 സബ്ജക്ട്സും ഒരു പ്രൊജക്റ്റും ചെയ്യാൻ വേണ്ടി. ഇനി ഇവിടുത്തെ മ്യൂസിക് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 3 മാസത്തേക്കാണ് ഞാൻ ഇവിടെ പഠിക്കാൻ വന്നേക്കണേ. ഇവിടെ 5 സബ്ജക്ട്സും പിന്നെ ഞങ്ങളുടെ പ്രൊജക്റ്റും ഞങ്ങൾക്ക് ഇവിടെ ചെയ്തിട്ട് ജൂൺ ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. അങ്ങനെ ഒരു സ്കീമിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കണേ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാജുവേഷൻ സെറമണിയാണ്. അപ്പം ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായി. ഞങ്ങൾക്ക് വേണ്ടി സീറ്റ്സ് ഒക്കെ റിസർവ് ചെയ്തിട്ടുണ്ടായി ഫ്രണ്ടിലെ 2 റോയിൽ. അപ്പം എല്ലാവരും ഇവിടെ ഉള്ള ആൾക്കാർ ഇന്ത്യൻസ്, ഇവിടെ അധികം ഇന്ത്യൻസിനെയും ഞങ്ങൾ കണ്ടില്ല, മലയാളീസ് തീരെയില്ല. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഡോമിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ഫുഡ് പോർക്കും പൊട്ടറ്റോ ആയിരുന്നു. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അതിൽ പിന്നെ അവരത് ഉണ്ടാക്കിയിട്ടില്ല. എന്താണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ ഞങ്ങളുടെ ഡോമിന് തൊട്ട് താഴെയുള്ള വ്യൂ ആണിത്. അടിപൊളിയാണ്, നല്ല പീസ്ഫുൾ.
അന്ന് രാത്രി തന്നെ ഒരു പബ് ക്യൂസിലേക്ക് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു. അപ്പം ഞാനും ഭയങ്കര ക്യൂരിയസ് ആയി, പബ്ബിലൊക്കെ ക്യൂസ് ഉണ്ടാവുമോ? പക്ഷെ ഉണ്ട്. യൂറോപ്പിൽ ഫുള്ളുണ്ടാവും എനിക്കറിഞ്ഞൂടാ, ഇവിടെ അതുണ്ട്. അതായത് പബ്ബിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം എല്ലാവരും വരും. എന്നിട്ട് ജനറൽ നോളജൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ടീമായിട്ട് നമ്മുടെ നാട്ടിലെ ക്വിസ് പോലെ തന്നെ, പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പബ്ബിലാണ് ഇത് നടക്കണേന്ന് മാത്രം. ഈ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിട്ട് അതിങ്ങനെ ഇരുന്ന് ആലോചിക്കും. ആ സൈലൻസ് ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര സീരിയസ് ആയിട്ട് ഇവരിത് കളിക്കണത്. അത് കഴിഞ്ഞ് 19 ക്വസ്റ്റ്യൻ കഴിഞ്ഞൊരു ബ്രേക്ക്, അത് കഴിഞ്ഞ് വീണ്ടും 19 ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഞങ്ങളുടെ ഇറാസ്മസ് കിട്ടിയ വേറെ രാജ്യത്തു നിന്നുള്ള പിള്ളേരാട്ടെ, ഫ്രണ്ടിലിരിക്കുന്ന 2 പേര്. അങ്ങനെ ലാസ്റ്റ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ കാണുന്നത്. പല പ്രൈസ് കൊടുത്തു. എക്സ്പെൻസീവ് കുപ്പികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാം തീർന്നപ്പോഴത്തേക്ക് ഒരു 10:30 ആയി. പിന്നെ ഞങ്ങൾ നേരെ ഡോമിലേക്ക് പോയി. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഷോർട്സും റീൽസ് ആയിട്ടൊക്കെ ഇടാം. ബൈ.